ലോകം നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലേക്ക് വളർന്നതിന് പിന്നിലെ ഏറ്റവും വലിയ കാരണമാണ് ഇന്ധനങ്ങൾ, അഥവാ നമ്മൾ ഇന്ന് കാണുന്ന പെട്രോൾ, ഡീസൽ പോലെയുള്ള ഫ്യുവൽസ്. എന്നാൽ എന്തുകൊണ്ടാണ് പെട്രോളിനും ഡീസലിനുമൊക്കെ ഇത്ര വിലയെന്നും ഇവ എങ്ങനെയാണ് ഭൂമിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നത് എന്നതിനെക്കുറിച്ചും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സോ എങ്ങനെയാണ് ഭൂമിക്കടിയിൽ നിന്നും പെട്രോളിയം പ്രൊഡക്ട്സ് നിർമ്മിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ പെട്രോളിയം എന്താണെന്ന് മനസ്സിലാക്കണം. ഭൂമിയിലെ പാറക്കൂട്ടങ്ങൾക്കടിയിൽ നാച്ചുറലി കണ്ടുവരുന്നതും കത്താൻ കഴിവുള്ളതുമായ ദ്രാവകമാണ് പെട്രോളിയം. ഈ പെട്രോളിയത്തെയാണ് നമ്മൾ ക്രൂഡ് ഓയിൽ എന്നും വിളിക്കുന്നത്. സത്യത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ കഥ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതിന് കോടിക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട്. ഭൂമിയിലെ കടലുകളെല്ലാം വളരെ വലുതും ചൂടുള്ളതുമായിരുന്ന ആ പഴയ കാലത്തേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കണം. ആ കടലുകളിൽ അന്ന് ജീവന്റെ ഒരു വലിയ ശേഖരം തന്നെയുണ്ടായിരുന്നു. ശാസ്ത്രീയമായി പ്ലാങ്ക്ടൺ എന്ന് വിളിക്കുന്ന കോടിക്കണക്കിന് കുഞ്ഞു കുഞ്ഞു കടൽ ജീവികളും സസ്യങ്ങളും അന്ന് വെള്ളത്തിൽ ഒഴുകി നടന്നിരുന്നു. ഈ ജീവികൾ ചത്തുപോകുമ്പോൾ അവയുടെ ശരീരം കടലിൻ്റെ അടിത്തട്ടിൽ പോയി അടിയുന്നു. കാലം കടന്നുപോയപ്പോൾ മണലും മണ്ണും പാറകളുമെല്ലാം ഈ ശരീരങ്ങൾക്ക് മുകളിൽ പാളികളായി വന്നു മൂടി. കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മുകളിലുള്ള പാളികളുടെ ഭാരം കാരണം താഴെ നല്ല പ്രഷർ അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ ആ ജൈവാവശിഷ്ടങ്ങൾ ഒരു വലിയ പ്രഷർ കുക്കറിനുള്ളിൽ പെട്ടതുപോലെയായി. ഈ കഠിനമായ മർദ്ദത്തോടൊപ്പം ഭൂമിക്കടിയിലെ ചൂടും കൂടിയായപ്പോൾ ഈ അവശിഷ്ടങ്ങൾ സാവധാനം വേകാൻ തുടങ്ങി. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇതൊക്കെ നടക്കുന്നത് ഓക്സിജൻ ഒട്ടും ഇല്ലാത്ത ഒരിടത്താണ്. അതുകൊണ്ട് തന്നെ ഈ അവശിഷ്ടങ്ങൾ ചീഞ്ഞു പോകാതെ അങ്ങനെ തന്നെ നിലനിന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ഈ പ്രക്രിയ കാരണം ആ ജൈവവസ്തുക്കളുടെ രൂപം തന്നെ മാറുകയും അവ ഹൈഡ്രോ കാർബണുകൾ എന്ന ഊർജ്ജ ഘടകങ്ങളായി മാറുകയും ചെയ്തു. ഇത് ദ്രാവക രൂപത്തിലാണെങ്കിൽ അതിനെ നമ്മൾ ക്രൂഡ് ഓയിൽ എന്ന് വിളിക്കുന്നു. ഇനി ഗ്യാസ് രൂപത്തിലാണെങ്കിൽ അതിനെ നാച്ചുറൽ ഗ്യാസ് എന്നും വിളിക്കുന്നു. ഈ ഓയിലും ഗ്യാസും പതുക്കെ പാറകൾക്കിടയിലൂടെ ഊർന്നിറങ്ങി പുറത്തേക്ക് പോകാൻ കഴിയാത്ത വലിയ പാറക്കെട്ടുകൾക്കിടയിൽ ചെന്ന് കുടുങ്ങുന്നു. ഇതിനെയാണ് ഓയിൽ ട്രാപ്പ് അല്ലെങ്കിൽ ഓയിൽ റിസർവോയർ എന്ന് പറയുന്നത്. ഇനി ഭൂമിക്കടിയിൽ നിന്ന് എങ്ങനെയാണ് ഓയിൽ കണ്ടുപിടിക്കുന്നതെന്നും അത് എങ്ങനെയാണ് പുറത്തെടുക്കുന്നത് എന്നും പരിശോധിക്കാം. ഭൂമിക്കടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഓയിൽ കണ്ടെത്തുക എന്നത് സങ്കീർണമായ ജോലിയാണ്. ശാസ്ത്രജ്ഞരും ജിയോഫിസിസ്റ്റുകളുമാണ് ഈ ജോലി പ്രധാനമായും ചെയ്യുന്നത്. അവർ സീസ്മിക് സർവേ എന്നൊരു വിദ്യയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അതിനായി കപ്പലുകളിൽ നിന്ന് കടലിൻ്റെ അടിത്തട്ടിലേക്ക് ശക്തമായ ശബ്ദ തരംഗങ്ങൾ കടത്തിവിടുന്നു. ഈ തരംഗങ്ങൾ താഴെ പോയി ഓരോ പാറകളിലും തട്ടി തിരിച്ചു വരും. ഇതിനെ ഹൈഡ്രോഫോണുകൾ വെച്ച് റെക്കോർഡ് ചെയ്യുന്നു. ഈ ശബ്ദം തിരിച്ചു വരാനെടുക്കുന്ന സമയവും അതിൻ്റെ ശക്തിയുമൊക്കെ കണക്കുകൂട്ടി കമ്പ്യൂട്ടറിൽ ഒരു 3D മാപ്പ് ഉണ്ടാക്കുന്നു. ഇതിലൂടെ എവിടെയാണ് ഓയിൽ ഉള്ളതെന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയാണ് യഥാർത്ഥ പണി ആരംഭിക്കുന്നത്. അതായത് ഡ്രില്ലിംഗ് ആരംഭിക്കുന്നത് ഇവിടെ മുതലാണ്. ഇതിനായി കടലിൽ വലിയ മെഷീനുകൾ ഉറപ്പിച്ച പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുന്നു. ഇതിനെയാണ് ഓയിൽ റിഗുകൾ എന്ന് വിളിക്കുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിലായിരിക്കും ഓയിൽ റിഗുകൾ ഉണ്ടാവുക. നൂറുകണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ചെറിയ പ്ലാറ്റ്ഫോം പോലെയാണ് ഈ റിഗുകൾ. ഇവിടെ നിന്ന് വലിയ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് കടലിൻ്റെ അടിയിലേക്ക് ആയിരക്കണക്കിന് അടി ആഴത്തിൽ കുഴിക്കുന്നു. ഇത് വലിയ ചിലവുള്ളതും അപകടം പിടിച്ചതുമായ പണിയാണ്. കാരണം കോടിക്കണക്കിന് രൂപ ചിലവാക്കി കുഴിച്ചാലും ചിലപ്പോൾ അവിടെ ഓയിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഡ്രിൽ മെഷീൻ ആ ഓയിൽ ശേഖരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഓയിലും ഗ്യാസും വലിയ പ്രഷറിൽ പെട്ടെന്ന് മുകളിലേക്ക് വരും. ഇതിനെ കൃത്യമായി നിയന്ത്രിച്ച് വലിയ പൈപ്പുകളിലൂടെ ടാങ്കറുകളിൽ നിറക്കുകയും തുടർന്ന് അവ വലിയ കപ്പലുകൾ വഴി തീരത്തുള്ള ഫാക്ടറികളിൽ എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി ഈ കട്ടിയുള്ളതും കൊഴുപ്പുള്ളതുമായ ഓയിൽ എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എന്ന് പരിശോധിക്കാം. ഇതിനെ റിഫൈനറി പ്രോസസ്സ് എന്നാണ് പറയുക. ഭൂമിക്കടിയിൽ നിന്നെടുക്കുന്ന ഈ ഓയിൽ നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൽ മണലും വെള്ളവും സൾഫറും ഒക്കെ കലർന്നിട്ടുണ്ടാകും. ഈ ഓയിൽ വൃത്തിയാക്കുന്ന വലിയ ഫാക്ടറികളെയാണ് ഓയിൽ റിഫൈനറി എന്ന് പറയുന്നത്. ഇവിടെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നൊരു പ്രോസസ്സ് ഉപയോഗിച്ചാണ് ക്രൂഡ് ഓയിലിനെ ഓരോന്നായി വേർതിരിക്കുന്നത്. ഓരോ ദ്രാവകവും ഓരോ ചൂടിലാണ് തിളയ്ക്കുന്നത് എന്ന തത്വത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. റിഫൈനറിയിൽ വെച്ച് ആദ്യം ക്രൂഡ് ഓയിലിനെ വലിയൊരു ഫർണസിലിട്ട് 400 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുന്നു. അപ്പോൾ അത് ആവിയായി മാറുന്നു. ഈ ആവിയെ ഉയരമുള്ള ഒരു ടവറിലേക്ക് കടത്തിവിടും. ഈ ടവറിൻ്റെ താഴെ നല്ല ചൂടായിരിക്കും. മുകളിലേക്ക് പോകുന്തോറും തണുപ്പുമായിരിക്കും. അങ്ങനെ ഈ ആവി മുകളിലേക്ക് പോകുമ്പോൾ തണുക്കാൻ തുടങ്ങുന്നു. ഭാരമുള്ള ഓയിൽ തന്മാത്രകൾക്ക് അധികം ഉയരത്തിൽ പോകാൻ കഴിയില്ല. അവ ടവറിൻ്റെ ഏറ്റവും താഴെ തന്നെ അടിയുകയാണ് ചെയ്യുക.
ഇതിൽ നിന്നാണ് റോഡുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടാറും അഥവാ ബിറ്റുമനും കപ്പലുകൾക്കുള്ള ഇന്ധനവുമൊക്കെ ലഭിക്കുന്നത്. ഭാരം കുറഞ്ഞ ആവി കുറച്ചുകൂടെ മുകളിലേക്ക് പോയി അവിടെ ശേഖരിക്കപ്പെടുന്നു. ഇവിടെ നിന്നാണ് നമുക്ക് ഡീസലും മണ്ണെണ്ണയും വിമാനത്തിനുള്ള ഇന്ധനവുമൊക്കെ ലഭിക്കുന്നത്. ഏറ്റവും ഭാരം കുറഞ്ഞ തന്മാത്രകൾ ടവറിൻ്റെ ഏറ്റവും മുകളിലെത്തുന്നു. അവിടെ നിന്നാണ് പെട്രോളും ഗ്യാസും അഥവാ LPGയുമൊക്കെ ലഭിക്കുന്നത്. പെട്രോൾ ഇത്രയും തെളിഞ്ഞ വെള്ളം പോലെ ഇരിക്കാൻ കാരണം അത് ഏറ്റവും ഭാരം കുറഞ്ഞ ചെറിയ തന്മാത്രകൾ കൊണ്ട് ഉണ്ടായതുകൊണ്ടാണ്. ഇനി ഇന്ധനം ശുദ്ധീകരിക്കുന്ന രീതി പരിശോധിക്കാം. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി പെട്രോളും ഡീസലും ഒക്കെ കിട്ടിയെങ്കിലും അത് നേരിട്ട് ഉപയോഗിക്കാൻ റെഡിയായിട്ടില്ല. മോഡേൺ വാഹനങ്ങളുടെ എഞ്ചിന് പറ്റിയ രീതിയിൽ ഇതിനെ മാറ്റാൻ ഇനിയും ചില പണികൾ കൂടെ ചെയ്യാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രാക്കിംഗ്. ഇതിൽ വെച്ച് വില കുറഞ്ഞ വലിയ ഓയിൽ തന്മാത്രകളെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുന്നു. അങ്ങനെ കൂടുതൽ പെട്രോൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അവസാനം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗുണം കൂട്ടാൻ ചില പ്രത്യേക കെമിക്കലുകൾ അഥവാ അഡിക്റ്റീവ്സുകൾ കൂടെ അതിൽ ചേർക്കുന്നു. ഇത് വണ്ടിയുടെ എഞ്ചിൻ ക്ലീൻ ആയിരിക്കാനും കൂടുതൽ മൈലേജ് കിട്ടാനും സഹായിക്കുന്നു. ഈ പണികളെല്ലാം കഴിഞ്ഞിട്ടാണ് പെട്രോളും ഡീസലും മറ്റും തയ്യാറാകുന്നത്. ഇത് ടാങ്കറുകൾ വഴി നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പുകളിൽ എത്തുകയും ചെയ്യുന്നു. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന സ്വാഭാവികമായ ചോദ്യമായിരിക്കും, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ധനങ്ങൾക്ക്, പ്രധാനമായും പെട്രോളിനൊക്കെ ഇത്ര വില കൂടാൻ കാരണമെന്ന്. അതിൻ്റെ ഉത്തരം നമുക്ക് വേഗത്തിൽ പരിശോധിക്കാം. ഇന്ത്യയിൽ പെട്രോൾ വില വർദ്ധിക്കുന്നതിന് പ്രധാനമായും അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് കാരണം. നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ 85% വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനാൽ തന്നെ ആഗോളതലത്തിൽ എണ്ണ ഉൽപ്പാദനം കുറയുമ്പോഴോ യുദ്ധം പോലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴോ ഇന്ത്യയിലും ഇവയുടെ വില കൂടുന്നു. ഇതുകൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചുമത്തുന്ന എക്സൈസ് ഡ്യൂട്ടി, വാറ്റ് പോലെയുള്ള ഉയർന്ന നികുതികളും രൂപയുടെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് താഴുന്നതും വില കൂടാൻ കാരണമാകുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് അമേരിക്കയാണ്. 2018 മുതൽ റഷ്യയെയും സൗദി അറേബ്യയെയും പിന്നിലാക്കിക്കൊണ്ട് അമേരിക്ക തങ്ങളുടെ ഉൽപ്പാദനശേഷി വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരുന്നു. റഷ്യയും സൗദി അറേബ്യയും തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ തന്നെയുണ്ട്. ഈ രാജ്യങ്ങളാണ് ലോകത്തെ ഇന്ധന വിപണിയുടെ ഗതി നിശ്ചയിക്കുന്നത്. ഈ പ്രമുഖ രാജ്യങ്ങൾ ഉൽപ്പാദനം കുറയ്ക്കാൻ തീരുമാനിച്ചാൽ ആഗോളതലത്തിൽ എണ്ണവില കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം പുറമെ ക്രൂഡ് ഓയിലിൻ്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ ഓരോ ദിവസവും മാറിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. ഇത് അളക്കുന്നത് ബാരൽ അഥവാ ഒരു ബാരൽ 159 ലിറ്റർ എന്ന കണക്കിനാണ്. നിലവിലെ ഏകദേശ കണക്കനുസരിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന് ബാരലിന് $70 മുതൽ $80 വരെയാണ് വില വരുന്നത്. ഇന്ത്യൻ രൂപയിലേക്ക് കണക്കാക്കിയാൽ ഒരു ബാരലിന് ഏകദേശം 6000 രൂപയ്ക്ക് മുകളിൽ വരുമത്. അതായത് 1 ലിറ്റർ ക്രൂഡ് ഓയിലിന് ഏകദേശം 40 രൂപയിൽ താഴെയാണ് വിലയെങ്കിലും അത് ശുദ്ധീകരിച്ച് നികുതികളും മറ്റ് ചിലവുകളും ചേർന്ന് നമ്മുടെ കൈകളിലെത്തുമ്പോൾ വില 100 രൂപയ്ക്ക് മുകളിലാകുന്നു എന്ന് സാരം. ഏതായാലും എങ്ങനെയാണ് പെട്രോളിയം പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പെട്രോളിനൊക്കെ ഇത്ര വിലയെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.